ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ബേസിസ് ക്ലാസിക് ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഭയങ്കര ഐഡ്ലിങ്ങിലെല്ലാം മിസ്സിങ് തോന്നുന്നുണ്ട്. ഐഡ്ലിങ് RPM കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതോടുകൂടെ തന്നെ മിസ്സിങ്ങും ഉണ്ട്. അപ്പോൾ എൻജിൻ മാനുഫാക്ചറിൽ MI ലൈറ്റിൽ തെളിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ ത്രോട്ടിൽ ബോഡി വിഷയത്തെ സംബന്ധിച്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ ഐഡ്ലിങ് ഇഷ്യൂസ് മാത്രമേ കാണിക്കുകയുള്ളൂ, വണ്ടി മിസ്സിങ് കാണിക്കില്ല. നമുക്കിത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, ഡയഗ്നോസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ OBD ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. DTC ക്ലിയർ ആണ് ആദ്യം തന്നെ അടിച്ചത് കേട്ടോ, സോറി. റീഡ് ഫോൾട്ട് കോഡ്. എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ സെൻസ് സർക്യൂട്ട് സർക്യൂട്ട് ഹൈ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഹൈ എന്ന് പറഞ്ഞ് ഇൻപുട്ട് വോൾട്ടേജ് ഇല്ലാതാവുമ്പോൾ മാത്രമാണ് സർക്യൂട്ട് ഹൈ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇല്ലെങ്കിലാണ് ഹൈ ആയിട്ട് നമ്മൾ സർക്യൂട്ട് സാധാരണ ഇതിൽ കാണിക്കുക. അപ്പോൾ സാധാരണ വയറിങ്ങിൻ്റെ എവിടെയും കട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം കാണിക്കും. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ സെൻസറാണ്. സെൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻസർ ഇന്റേണൽ ഷോർട്ട് ഉണ്ടെങ്കിലും കൂടി ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ സർക്യൂട്ട് ഹൈ കാണിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ സെൻസർ ഒന്ന് മാറ്റി വെച്ച് നോക്കാം. ഇതാണ് സെൻസർ വരുന്നത്. കാരണം ഞാൻ DTC ക്ലിയർ ചെയ്ത് നോക്കാം. DTC ക്ലിയർ ചെയ്ത് നോക്കാം കേട്ടോ. ക്ലിയർ ഫോൾട്ട് കോഡ് യെസ്, ഹാവ് ബീൻ ക്ലിയർഡ് എന്നാണ് കാണിച്ചത്. അപ്പോൾ യെസ്. ഇനി ഒന്നുകൂടി റീഡ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഈ കോഡ് പോകുന്നില്ല. അപ്പം ഈ കംപ്ലൈൻറ്റ് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് തീർത്താൽ തന്നെ ഈ ഒരു കോഡ് പോവുള്ളൂ. അപ്പോൾ ഞാനിത് 500 സംതിങ് ആണ് ഇതിന് വില വരുന്നത് കേട്ടോ. സെൻസറൊക്കെ അയക്കുന്ന സമയത്ത് ഇഗ്നിഷൻ ഓഫ് ചെയ്യണം കേട്ടോ, നിർബന്ധമായിട്ടും. അതേമാതിരി ECM അയക്കുന്ന സമയത്ത് ബാറ്ററി കണക്ഷൻ ഓഫ് ചെയ്യണം. ബാറ്ററി കണക്ഷൻ നെഗറ്റീവ് ടേമിൽ ഊരിടണം. സെൻസർ അയക്കുന്ന സമയത്ത് ഇഗ്നിഷൻ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അതല്ല, നിങ്ങളുടെ നല്ല സ്കാനറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പുതിയ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പ്ലഗ് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ MI ലൈറ്റ് ഓഫ് ആവില്ല കേട്ടോ. MI ലൈറ്റ് സ്കാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് തന്നെ പോവുള്ളൂ. അപ്പോൾ നോക്കാം കേട്ടോ നമുക്ക്. വണ്ടി ഇപ്പോൾ ആക്സിലേഷനൊക്കെ സ്റ്റേബിളായി, വണ്ടി മിസ്സിംഗ് ഒക്കെ പോയി കേട്ടോ. വണ്ടി ഇപ്പോൾ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഐഡ്ലിങ്ങിന് ചെറിയ വിഷയം ഉണ്ടാവും. ഈ കോഡ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നോക്കാം. ഇഗ്നിഷൻ ഓഫ് ചെയ്തു. ഇപ്പോൾ റീസ്കാൻ ചെയ്യാണ്. ഇതിൽ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ECMന്റെ ഈ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ ECM റീപ്ലേസ് ചെയ്താന്നുള്ള മനസ്സിലാവും കേട്ടോ. ഇവിടെ ഈ ECMന്റെ നമ്പർ കാണുന്നില്ലെങ്കിൽ വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന നമ്പർ കാണിക്കും കേട്ടോ. ആ നമ്പർ ഇവിടെ കാണുന്നില്ലെങ്കിൽ ECM റീപ്ലേസ് ചെയ്തതെന്നാണ്.
റീഡ് ഫോൾട്ട് കോഡ്. സർക്യൂട്ട് ആയി കറണ്ട് പെൻഡിങ്. അപ്പൊ ഇത് രണ്ട് ഡിലീറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഹാസ് ക്ലിയർ, യെസ്. ഇനി ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കാം. അതൊക്കെ കംപ്ലൈന്റ് പോയിട്ടില്ല എങ്കിൽ കോഡ് അവിടെ തന്നെ കാണും. നോ ഫോൾട്ട് കോഡാണ് കേട്ടോ. അപ്പം കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഓഫ് ആണോ? ഓക്കെയാണ്. ഐഡ്ലിങ് വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ സെൻസറാണ് ഈ വിഷയം ഉണ്ടാക്കിയത്. അപ്പോൾ സർക്യൂട്ട് ഹൈ എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സെൻസറിന്റെ കംപ്ലൈന്റ് ആയിക്കോളണമെന്നില്ല. അത് സർക്യൂട്ട് ഹൈ എന്ന് പറഞ്ഞ വയറിംഗ് കട്ട് കൊണ്ട് കയറി ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞ് ഇല്ലാതായി കഴിഞ്ഞാൽ സർക്യൂട്ട് ഹൈ കാണിക്കുന്നത്. ഇന്റർണൽ ഷോർട്ട് ആയതുകൊണ്ടാണ് സർക്യൂട്ട് ഹൈ കാണിച്ചത്. രണ്ട് കാരണം കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സെൻസർ മാറ്റിയാൽ ആയിക്കോളണമെന്നില്ല. അപ്പോൾ സെൻസറിന്റെ കംപ്ലൈന്റ് എല്ലാ കോഡുകൾ സെൻസർ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല അതിൻ്റെത്. ഞാൻ നമ്മളിവിടെ സെൻസർ ഇവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, മറ്റേ ചെക്ക് ചെയ്യാൻ ടൈം എടുക്കുമല്ലോ, പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു. ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.